ഇന്നിതേ എന്നെ കാണാൻ വേണ്ടിയിട്ട് അനിയത്തിയും ഉമ്മയും എല്ലാം കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനൊരു പാലാടയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ പാത്രങ്ങളൊക്കെ അനിയത്തി എന്നെ കഴുകിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പാലാട നല്ല ടേസ്റ്റ് അല്ലേ കഴിക്കാൻ? എത്ര പേർക്ക് ഇത് ഇഷ്ടമാണെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. ഇവർ പറയാണ്ടാണ് കേട്ടോ വന്നത്. പിന്നെ അതുകൊണ്ട് ഇക്കതാ ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇന്നിവിടെ ഹർത്താലായതുകൊണ്ട് ഫുഡൊക്കെ കിട്ടുമെന്ന് പേടിച്ചിട്ടാണ് പോയത്. എന്തായാലും കിട്ടിയിട്ടുണ്ടായിരുന്നു. മന്തിയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മന്തിയും ചിക്കനും ഒക്കെ വാങ്ങി. നമ്മുടെ അടുത്ത് ഉത്സവം നടക്കുന്ന കാരണം അവിടുത്തെ നമ്മുടെ പാട്ടുകാരൊക്കെ ഇവിടെ വന്നിട്ടാണ് കേട്ടോ. ഗാനമേള ടീംസൊക്കെ ഇവിടെ വന്ന് ഡ്രസ്സ് കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ്തതൊക്കെ ഇവിടെ വന്നിട്ടാണ്. അപ്പോൾ അവരങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഫ്രൂട്ട്സും വെള്ളമൊക്കെ കൊടുത്തു. പിന്നെ ഞാനും അവരൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഫുഡൊക്കെ കഴിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ ഉത്സവത്തിന് വന്ന ആന വരണ്ടോടി ഇതാകെ പ്രശ്നമായി. നമ്മുടെ വീട്ടിലൊക്കെ ഫുൾ ആളുകളായിരുന്നു. ഇതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ശരിക്കും പേടിച്ചു പോയി എല്ലാവരും. അങ്ങനെ ഒരു 8 മണിക്ക് ആന വരണ്ട ഓടിയിട്ട് പിന്നെ ഒരു 10:30-11 മണി വരെയൊക്കെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വൈകുന്നേരത്തെ വലിയ വിശേഷം.